നമസ്കാരം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതവും, ഭീതിയും, ആശ്ചര്യവും, ചിലത് കൗതുകവും ഒക്കെ തന്നെ തോന്നുകയാണ്. എന്തെല്ലാമാണ് നടക്കുന്നത്? നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതായിരിക്കുന്നു. മനസ്സമാധാനത്തോടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം ഇവിടെ ജീവിക്കാൻ പറ്റാതായിരിക്കുന്നു സ്വന്തം നാട്ടിൽ എന്നുള്ള ഭീകരാവസ്ഥയാണ് ഇവിടെയുള്ളത്. അത് ഈ 2 ടേൺ LDF ഭരിച്ചത് കൊണ്ടാണ് എന്ന് മാത്രം നമ്മൾ പറയുന്നില്ല. നമ്മുടെ സാമൂഹ്യ അവസ്ഥ തന്നെ മാറിയിരിക്കുന്നു. ആർക്കും എന്തും ചെയ്യാം. പണ്ടുകാലത്ത് ഇത് ബീഹാർ ഒന്നുമല്ല എന്നൊക്കെ ഉപമ പറഞ്ഞിരുന്ന നമ്മൾ, ഇത് കേരളമാണ്, ബീഹാർ അല്ല എന്നൊക്കെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്ത് പറഞ്ഞിരുന്ന നമ്മൾ ഇപ്പോൾ ബീഹാറിനേക്കാൾ, ഇപ്പോഴത്തെ ബീഹാർ പോട്ടെ, പണ്ടത്തെ ബീഹാറിനേക്കാൾ ഭീകരാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ലഹരി മരുന്നുകൾ ഒഴുകി നടക്കുന്നു. ഇതിനൊന്നും ഒരു 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 അന്ത്യമില്ലേ, ഒരു അറുതിയില്ലേ? മനസമാധാനത്തോടെ കേരളീയർക്ക്, മലയാളികൾക്ക് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പറ്റാതായിരിക്കുന്നു എന്ന ദുരവസ്ഥ എന്ന് മാറും, എന്ന് മാറ്റും? ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ, നിയമ സംവിധാനങ്ങൾ കയ്യും കെട്ടി നോക്കി നിന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം മാനന്തവാടി ഒരു കൊച്ചു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു ഒരുത്തൻ. പോലീസ് ഇടപെട്ടു, ഇയാളെ പിടിച്ചു. വയനാട്ടിനെ നടുക്കിയ ബാലികയുടെ തിരോധാനത്തിന് പിന്നിലെ പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടി. അതിന്റെ വാർത്തയാണ് പുറത്തു വന്നത്. അവന്റെ ചിത്രവുമുണ്ട്. പടിഞ്ഞാറേത്തറ പുതുശ്ശേരി കടമ്പ് സ്വദേശി ജിഹാസ് എന്ന 25 വയസ്സുകാരനാണ് പിടിയിലായത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഇയാളെ പിടിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനെ കാണാതാകുന്നത്. മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്കൊടുവിൽ 7 കിലോമീറ്റർ അകലെയുള്ള തരുവണയിൽ നിന്ന് കുട്ടിയെ സുരക്ഷിതമായി കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങളാണ് പ്രതിയെ തിരിച്ചറിയാൻ സഹായിച്ചത്. ഇവൻ എന്തിനു ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി? ഇത് ഏത് രീതിയിലാണ് ഇവിടെ നടക്കുന്നത്? എന്താണ് ഇവന്റെയൊക്കെ ആ ഒരു ദൃശ്യങ്ങളും ഈ ഒരു വാർത്തയ്ക്കൊപ്പമുണ്ട്. ഇത്തരത്തിൽ ഇത് ഒരു ഉദാഹരണം മാത്രം. അങ്ങനെ നമുക്ക് ഒരു ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറം ഒരു ജ്യോത്സ്യനെ കാണാൻ പോയി. ജ്യോത്സ്യൻ, ഒരു കള്ള തട്ടിപ്പുകാരൻ തന്ത്രിയെ കാണാൻ പോയി. ഒരമ്മയും മകളെ കരുപ്പിടിച്ചു. അവളെ നിലവിളിച്ചുകൊണ്ട് ഓടി ആ കുട്ടിയെ ഉപദ്രവിക്കുകയും ചെയ്തു. എന്നിട്ട് അതൊരു ബാധയാണ്. ഇതൊക്കെ ഇവിടെ ദൈനംദിന സംഭവങ്ങളായി മാറി. റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ചെയ്യപ്പെടാത്തതുമായ എത്രയോ സംഭവ വികാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും ഒരു അറുതിയില്ലേ? പിഞ്ചു കുഞ്ഞിനെയൊക്കെ തട്ടിക്കൊണ്ടുപോവുക പട്ടാപ്പകലൊക്കെ. ഇതൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിൽ, പണ്ട് വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ നമ്മൾ വാർത്തകളൊക്കെ നമ്മൾ പണ്ട് പത്രങ്ങളിലൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും സമാനമായ, അല്ലെങ്കിൽ അതിലും ഭീകരമായ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പരിഹരിക്കേണ്ട, അല്ലെങ്കിൽ ഇതൊക്കെ നിയന്ത്രിക്കേണ്ട, ഇതിനൊക്കെ വേണ്ട നടപടികൾ എടുക്കേണ്ട സംവിധാനങ്ങൾ ഇവിടെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിച്ചു പോകുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. കാരണം ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നഗരപ്രദേശങ്ങളിലും എവിടെയായാലും സുരക്ഷിതമല്ലാതെ ജനം വലയുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. സ്വന്തം വീടിനുള്ളിൽ പോലും സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലേക്ക് മലയാളികൾ എത്തപ്പെട്ടിരിക്കുന്നു എന്ന ക്രൂരമായ, ഗുരുതരമായ അവസ്ഥാവിശേഷം മാറിയേ പറ്റൂ. മാറുമോ, മാറ്റാൻ പറ്റുമോ, അതൊന്നും നമുക്കറിയില്ല. പക്ഷേ അത് മാറിയേ പറ്റൂ.